സംസ്ഥാനത്ത് IAS തലപ്പത്ത് വൻ അഴിച്ചുപണിയിൽ സ്ഥാനം നഷ്ടപ്പെട്ടതിൽ പ്രധാനികളിൽ ഒരാൾ ദിവ്യ എസ് അയ്യരാണ്. വിഴിഞ്ഞം പദ്ധതി ചുമതലയിൽ നിന്ന് മാറ്റി പുതിയ ചുമതല ആർക്കെന്ന ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടില്ല. KS ശബരിനാഥന്റെ ഭാര്യയാണെങ്കിലും സർക്കാർ തലപ്പത്തുള്ള പലർക്കും ദിവ്യയോട് വേണ്ടത്ര താല്പര്യമില്ലെന്നാണ് സൂചന. മുൻ സർക്കാരാണ് ദിവ്യയെ തന്ത്രപ്രധാന ചുമതലയിൽ കൊണ്ടുവന്നത്. പിണറായി വിജയനെ അടക്കം പുകഴ്ത്തി നേരത്തെ ദിവ്യ രംഗത്തെത്തിയിരുന്നു. ഇന്നലെ ഇറങ്ങിയ ഉത്തരവിന് പിന്നാലെ കൂടുതൽ ഉദ്യോഗസ്ഥർക്ക് മാറ്റമുണ്ടാകുമെന്നാണ് സൂചന. UDF സർക്കാർ അധികാരത്തിലേറ്റ ശേഷം IAS തലപ്പത്ത് നടത്തുന്ന ഏറ്റവും വലിയ അഴിച്ചുപണിയാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായിരിക്കുന്നത്. 49 IAS ഉദ്യോഗസ്ഥരെയാണ് വിവിധ തസ്തികകളിലേക്ക് സ്ഥലം മാറ്റിയിരിക്കുന്നത്. ആഭ്യന്തരം, ധനം, ആരോഗ്യം ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട വകുപ്പുകളിലെ അഡീഷണൽ ചീഫ് സെക്രട്ടറിമാരെ തൽസ്ഥാനത്ത് നിലനിർത്തിയിട്ടുണ്ടെങ്കിലും പ്രിൻസിപ്പൽ സെക്രട്ടറി, സ്പെഷ്യൽ സെക്രട്ടറി, ഡയറക്ടർ പദവികളിലാണ് പ്രധാനമായും അഴിച്ചുപണി നടന്നിരിക്കുന്നത്. അതിൽ തന്നെ ദിവ്യ എസ് അയ്യരെ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ചുമതലയിൽ നിന്ന് വിസാലിന്റെ MD സ്ഥാനത്ത് നിന്ന് മാറ്റിയിരിക്കുന്നു എന്നതാണ് ഈ അഴിച്ചുപണിയിലെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഭേദഗതി അല്ലെങ്കിൽ മാറ്റം. KS ശബരിനാഥന്റെ പത്നി കൂടിയാണ് ദിവ്യ എസ് അയ്യർ. പക്ഷേ UDF മന്ത്രിസഭയിലെ ഒരു വിഭാഗം മുതിർന്ന നേതാക്കൾക്ക് അടക്കം ദിവ്യ എസ് അയ്യരോട് ഒരു അനഭിമുഖ്യമുണ്ട്. അതിന് കാരണം പിണറായി സർക്കാരിന്റെ കാലത്ത് പിണറായി വിജയനെ പരസ്യമായി പുകഴ്ത്തിക്കൊണ്ട് ദിവ്യ എസ് അയ്യർ എടുത്ത സമീപനം തന്നെയാണ്. അത് ഒരിക്കലും അംഗീകരിക്കേണ്ടതില്ല എന്ന ഒരു നിലപാടിലാണ് UDFിലെയും കോൺഗ്രസിലെയും ഒരു വിഭാഗം മുതിർന്ന നേതാക്കൾ. അതാണ് ദിവ്യ എസ് അയ്യർക്ക് തിരിച്ചടിയായി മാറിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ പകരം വിഴിഞ്ഞത്തിന്റെ തുറമുഖത്തിന്റെ ചുമതലയിലേക്ക് മുഖ്യമന്ത്രി നേരിട്ട് നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്ന തുറമുഖ വകുപ്പിന്റെ ചുമതലയിലേക്ക് ആര് എത്തും, അതിന്റെ MD സ്ഥാനത്തേക്ക് ആരെത്തും, നിർണായകമായ മാറ്റങ്ങൾക്ക്, അടിസ്ഥാന സൌകര്യ വികസനങ്ങൾക്കടക്കം തുറമുഖം വരുന്ന മാസങ്ങളിൽ സാക്ഷ്യം വഹിക്കും. അതുമായി ബന്ധപ്പെട്ട നിർണായകമായ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കേണ്ടത് ഇനി അതിന്റെ ചുമതലയിലേക്ക് എത്തുന്ന സെക്രട്ടറി ആയിരിക്കും. അങ്ങനെയെങ്കിൽ ഏത് മുതിർന്ന IAS ഉദ്യോഗസ്ഥനെ ആ പദവിയിലേക്ക് പരിഗണിക്കുമെന്നതാണ് ഇനി ആകാംക്ഷ ഉണർത്തുന്ന കാര്യം. IAS തലപ്പത്തെ ഈ വലിയ അഴിച്ചുപണിക്ക് പിന്നാലെ IPS തലപ്പത്തും നിർണായകമായ അഴിച്ചുപണിക്ക് കളമൊരുങ്ങുകയാണ്. ക്രമസമാധാന ചുമതലയിലെ ADGP ഉൾപ്പെടെയുള്ളവരെ മാറ്റിക്കൊണ്ട് തൽസ്ഥാനങ്ങളിലേക്ക് സർക്കാരിന് കൂടുതൽ സ്വീകാര്യതയുള്ള മുതിർന്ന IPS ഉദ്യോഗസ്ഥരെ പരിഗണിക്കാനുള്ള സാധ്യതയാണ് ഏറുന്നത്. സംസ്ഥാന പോലീസ് മേധാവിക്ക് 1 വർഷം കൂടി കാലാവധിയുണ്ട്. അതുകൊണ്ട് തന്നെ ക്രമസമാധാന ചുമതലയിലും അതോടൊപ്പം തന്നെ ഇന്റലിജൻസ് തലപ്പത്തുമായിരിക്കും ഒരുപക്ഷെ മാറ്റം. വിജിലൻസ് തലപ്പത്ത് മനോജ് എബ്രഹാം തന്നെ തുടർന്നേക്കുമെന്നുള്ള സൂചനകൾ കൂടിയാണ് പുറത്തുവരുന്നത്. അതിനിടെ അടുത്ത ചീഫ് സെക്രട്ടറി ആരാകണമെന്ന കാര്യത്തിലും വലിയ ചർച്ചകളാണ് സർക്കാർ തലത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. IAS ഉദ്യോഗസ്ഥരെ ഏത് സ്ഥാനത്ത് നിയമിക്കണമെന്നത് അതത് സർക്കാരിന്റെ താൽപര്യമെന്ന് മന്ത്രി റോജി M. ജോൺ. നിയമനം സർക്കാരിന്റെ ഭരണപരമായ തീരുമാനമാണ്. ഭരണം മാറിയതിന്റെ മാറ്റം എല്ലാ തലങ്ങളിലും ഉണ്ടാകും. B. അശോക് IAS നിയമനത്തെക്കുറിച്ചായിരുന്നു റോജി M. ജോണിന്റെ പരാമർശം. ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ആ ഗവൺമെന്റ് IASകാരെ IPSകാരെ ഏത് സ്ഥാനത്ത് നിയമിക്കണമെന്നുള്ളത് ആ ഗവൺമെന്റിന്റെ പ്രൊറോഗേറ്റീവാണ്. CPMന് അല്ലെങ്കിൽ കഴിഞ്ഞ ഗവൺമെന്റിന് അനഭിമിതരായിരുന്ന ആളുകളെ ഈ ഗവൺമെന്റ് ഒരു സ്ഥാനത്ത് വയ്ക്കാൻ പാടില്ല എന്ന് അവർ പറഞ്ഞാൽ അവർ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? ഞങ്ങൾ ഈ അവരുടെ കഴിഞ്ഞ ഗവൺമെന്റിനെ വിമർശിച്ചു എന്നതിൻ്റെ പേരിൽ LDF സർക്കാരിൻ്റെ കൊള്ളരുതായ്മകളെ വിമർശിച്ചു എന്നതിൻ്റെ പേരിൽ പുറത്താക്കപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനായിരുന്നു ശ്രീ B. അശോക്. അദ്ദേഹത്തെ ഈ ഗവൺമെൻറ് സർവീസിൽ തിരിച്ചെടുത്തപ്പോൾ അദ്ദേഹത്തിന് കൃത്യമായ പോസ്റ്റിംഗ് കൊടുക്കുക എന്നുള്ളത് ഈ സർക്കാരിൻ്റെ അല്ലെങ്കിൽ ഒരു ഭരണപരമായിട്ടുള്ളൊരു തീരുമാനമാണ്. അവർ വെച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ അവർക്കിഷ്ടമില്ലാത്ത ആളുകളെ നമുക്കിഷ്ടമില്ലാതായിരിക്കുക, അല്ലെങ്കിൽ അവർ വെച്ച ആളുകളെ നമ്മൾ തുറന്നുകൊണ്ടിരിക്കാനാണെങ്കിൽ പിന്നെ ഭരണം മാറേണ്ട കാര്യമില്ലല്ലോ. ഭരണം മാറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മാറ്റം എല്ലാ തലങ്ങളിലും കാണും. പിന്നെ അതിന് ആളുകൾ അത് RSS ആണ്, സംഘപരിവാറാണെന്നൊക്കെ അവർ പറഞ്ഞതുകൊണ്ട് അങ്ങനെ ആവില്ലല്ലോ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.